താങ്ക് യു സോ മച്ച്. പല സ്ഥലത്ത് നിന്ന് മുറിവുറപ്പുണ്ടാകും. ഹൂ കെയേഴ്സ്? താനും. യെസ് സർ. ഹലോ ചേട്ടത്തി സാറില്ലേ അവിടെ? ആ ഇവിടെ ഉണ്ട്. ദാ ഇപ്പൊ വിളിക്കാം. വർക്കിച്ചായ ഫോൺ. ആരാ? കുരിയാച്ചനാ. ആ പറ. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. ഉച്ചവരെ ഞാൻ വീട്ടിൽ കാണും. അത് കഴിഞ്ഞ് ബ്ലോക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. ഏത് കോത്താഴത്ത് പോയാലും കൊള്ളാം. നാളെ കാലത്ത് 10 മണിയാകുമ്പോ നിങ്ങൾ എനിക്ക് ക്ലബിൽ കിട്ടണം. അതെ, കുരിയാച്ചൻ വന്നായിരുന്നോ? റൂമിലുണ്ട് സാർ. ആ വാ വാ വാ, ഓരോന്ന് ഒഴിച്ചോണ്ടിരി. ആ അതൊരു വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. നീ വിളിച്ച കാര്യം പറ. ഇരിക്ക്, പറയാം. ഇരിക്കുന്നേ. നമസ്കാരം. പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ ശരിയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തീർത്തും അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാൻ ക്ലിഫ് ഹൗസിന്റെ സമീപത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി PR ഗോപൻ ചേരുന്നുണ്ട്. ഗോപൻ, നമ്മളീ കേൾക്കുന്നത് ശരിയാണോ? എന്താണ് ഈ മണിക്കൂറിൽ ക്ലിഫ് ഹൗസിൽ അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾ? അബിലാൽ, താങ്കൾ പറഞ്ഞതുപോലെ തീർത്തും അപ്രതീക്ഷിതവും നാടകീയവുമായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലിഫ് ഹൗസ്. ഇപ്പോൾ കാലാവധി പൂർത്തിയാകാൻ 2 വർഷം കൂടി ശേഷിക്കെ മുഖ്യമന്ത്രി അനന്തനാഥൻ തന്റെ രാജി സമർപ്പിക്കാൻ രാജ്ഭവനിലേക്ക് പുറപ്പെടുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്ത് അട്ടിമറിയാണ് ഈ സ്ഥാനമാറ്റത്തിന് പിന്നിലുള്ളതെന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾക്ക് പോലും പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഘടകകക്ഷി നേതാക്കളിൽ പലരെയും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവരാരും തന്നെ നമ്മളോട് കൃത്യമായി